ഹലോ, ഉറക്കെ പാടൂ. ഹയ്യട ഹയ്യ. ഹായ്, എന്തു രസം ഇങ്ങനെ പറക്കാൻ. ഹോ, അപ്പോഴേക്കും ദേ തുടങ്ങി പിടിച്ചു വലിക്കാൻ. ആദ്യമായി പറക്കുകയാണ് പട്ടൂസ്. ഈ പിടിവലി അവൻ ഒട്ടും പിടിക്കുന്നില്ല. അതിൻ്റെ നീരസം അവൻ്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങി. നന്നായിട്ടൊന്ന് പറക്കാനും സമ്മതിക്കില്ലേ? കഷ്ടം തന്നെ. അവൻ താഴേക്ക് നോക്കി. അതാ ദൂരെ, അങ്ങു താഴെ ഒരു പൊട്ടുപോലെ. പട്ടൂസ് സൂക്ഷിച്ചു നോക്കി. ദേ ആബിദക്കുട്ടി. ഹാ, ഇവളുടെ ഒരു കാര്യം. ആബിദ, അവളാണ് പട്ടൂസിനെ ഉണ്ടാക്കിയത്. കത്രികയെടുത്ത് വർണ്ണക്കടലാസുകൾ മുറിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, പട്ടൂസേ, ഇത്താത്തയുടെ മുത്തല്ലേ, കരയല്ലേ, ഒട്ടും വേദനിപ്പിക്കില്ല. പച്ചീർക്കിൽ വളച്ച് ഒട്ടിക്കുമ്പോഴും അവൾ പറഞ്ഞു, കരയല്ലേ. പശ തേച്ച് ചിറകുകൾ ഒട്ടിച്ചു ചേർക്കുമ്പോൾ അവന് വല്ലാതെ ഇക്കിളിയായി. അവൻ കുതറിക്കുടന്ന് ചിരിച്ചുപോയി. പട്ടൂസേ, വല്ലാതെ മുകളിലേക്കൊന്നും പോകല്ലേ, കാറ്റടിച്ച് ജലദോഷം പിടിക്കും. രാത്രിയാകുമ്പോൾ വേഗം താഴേക്ക് വരണേ. അവൾ പട്ടൂസിനെ സാവധാനം പറത്തി തുടങ്ങി. ആകാശത്തെത്തിയപ്പോൾ കഥയാകെ മാറി. മാനത്തിനുണ്ടോ വല്ല അതിരും വരമ്പും? നീണ്ടു പരന്നങ്ങനെ കിടക്കുകയല്ലേ. പറന്നു രസിച്ചും കളിച്ചു ചിരിച്ചും നേരം പോയത് അവൻ അറിഞ്ഞതേയില്ല. കളിയുടെ ഹരത്തിൽ താഴത്തുള്ള ആബിദക്കുട്ടിയുടെ കാര്യം തന്നെ അവൻ മറന്ന മട്ടാണ്. പരുന്തിനെ തോൽപ്പിക്കാനുള്ള പന്തയ പറക്കലിന്റെ ആവേശത്തിലാണ് പട്ടൂസ്. എർണിയും നൂൽഫോൺ അടിച്ചു. അതെടുത്ത് ചെവിയിൽ ചേർത്തു അവൻ. പരിഭ്രമം കലർന്ന സ്വരത്തിൽ, അങ്ങേ തലയ്ക്കൽ ആബിദയാണ്. ഹലോ പട്ടൂസേ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ. ആ, കേൾക്കാം ഇത്താത്ത. പറക്കുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു, നീ ഇതെവിടെയാ? ഇരുട്ടാവുന്നത് കാണുന്നില്ലേ? വേഗം താഴോട്ട് വാ. അവളുടെ ശബ്ദം ഇടറി. കുറച്ചുകൂടി കഴിയട്ടെ, ഞാൻ വരാം. എന്റെ നൂലിൽ പിടിച്ചങ്ങനെ വലിക്കല്ലേ, ഒന്ന് വിടൂ പ്ലീസ്. എന്റെ പുന്നാരിത്താത്തല്ലേ, അവൻ കെഞ്ചി. ഇല്ലില്ല, ഞാൻ പിടിവിട്ടാൽ നീ എങ്ങനെ താഴേക്ക് വരും? അവിടെ എപ്പോഴും തേരാപാര വീശിയടിക്കുന്ന വികൃതിക്കാറ്റാ. അതു നിന്നെ പറത്തി വല്ല കാട്ടിലോ മേട്ടിലോ കൊണ്ടുപോയിടും. അവൾ വിടുന്ന മട്ടില്ല. ഞാൻ എങ്ങും പോവില്ല. പാറി തളരുമ്പോൾ ഉറപ്പായും തിരിച്ചു വരും. ഇത്ത ഒട്ടും പേടിക്കണ്ട. എന്നാലും നൂൽ മേൽപോട്ടിങ്ങനെ വലിക്കല്ലേ പട്ടൂസേ, ആപത്താണ്. നീയൊന്ന് ബേജാറാവേണ്ടിയിരിക്കെ, ഞാൻ അല്പം പാറി പറന്നു കളിച്ചിട്ട് വരാം. പറക്കുന്നതിൻ്റെ ഉന്മാദത്തിലാണ് അവൻ. പട്ടൂസേ പ്ലീസ്, ഇനിയും മോളിലോട്ട് പോവല്ലേ. ഇതിനിടയിൽ അത് സംഭവിച്ചു. ടക്ക്. ആബിദക്കുട്ടിയുടെ നിലവിളിയിൽ ആ ശബ്ദം മുങ്ങിപ്പോയി. അയ്യോ പാവം എന്റെ പട്ടൂസ്, അവനിനി എങ്ങനെ താഴെ വരാനാ? നൂല് പൊട്ടിയതോടെ പട്ടൂസ് എങ്ങോട്ടെന്നില്ലാതെ പറന്നു പൊങ്ങി. ഹായ്, നല്ല രസം. ഇപ്പോഴവന് അമ്പിളിയെ കൈനീട്ടി തൊടാം. നക്ഷത്രങ്ങളോടൊപ്പം ഒളിച്ചു കളിക്കാം. അതിനിടയിൽ പട്ടൂസ് താഴത്തേക്കൊന്നു നോക്കി. പൂരാപൂരിരുട്ട്.
അവൻ പേടിച്ചു വിറച്ചു. ഹലോ ഇത്താത്ത, ഹലോ. പട്ടൂസ് നൂൽ ഫോൺ എടുത്ത് വിളിച്ചു. ഈ റൂട്ടിലേക്കുള്ള എല്ലാ ലൈനുകളും ഇപ്പോൾ തകരാറിലാണ്. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കൂ. അയ്യോ, ഇനി എന്തു ചെയ്യും? അവന് കരച്ചിലടക്കാനായില്ല. എന്തിനാ മോനെ കരയുന്നത്? അമ്പിളി മാമൻ ചേർത്തു പിടിച്ച് ചോദിച്ചു. എനിക്ക് ഇത്തയെ കാണണം. എവിടെയാ അവളുടെ വീട്? അമ്പിളി മാമൻ അവന്റെ കണ്ണീർ തുടച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല. തേങ്ങലിൽ അവന്റെ ശബ്ദം മുറിഞ്ഞു പോയിരുന്നു. അറിയില്ല. ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ? അമ്പിളി മാമൻ താടി ഉഴിഞ്ഞുകൊണ്ട് അല്പനേരം ചിന്തയിലാണ്ടു. പിന്നെ ഒരൊറ്റ ഫോൺ വിളിയാണ്. ഹലോ, മേടക്കാറ്റല്ലേ? ഒരു സഹായം വേണല്ലോ. എന്താ വേണ്ടത്? പറയൂ. മൂളിപ്പാട്ട് നിർത്തി മേടക്കാറ്റ് ചോദിച്ചു. ഈ പട്ടൂസിനെ ആബിദക്കുട്ടിയുടെ അടുത്തെത്തിക്കണം. വേഗം വേണം. അമ്പിളി മാമന്റെ സ്വരത്തിൽ വാത്സല്യം അലതല്ലുന്നുണ്ടായിരുന്നു. അതിന് എവിടെയാ ആബിദക്കുട്ടിയുടെ വീട്? ചേടാ, ഇതാണിപ്പോ നന്നായത്. നീയല്ലേ എല്ലായിടത്തും മൂളിപ്പാട്ടും പാടി കേറിയിറങ്ങാറുള്ളത്? നിനക്കറിയില്ലേ അവളുടെ വീട്? ഒന്ന് ഓർത്തു നോക്കൂ. എന്തോ പിടികിട്ടിയ പോലെ മേടക്കാറ്റ് പട്ടൂസിനെ വാരിയെടുത്തു. അവനെ തോളത്തിരുത്തി സാവകാശം താഴോട്ട് പറന്നുപോയി. കുളിരേറ്റതുകൊണ്ടാവാം പട്ടൂസിന് ആശ്വാസം തോന്നി. മേടക്കാറ്റിന്റെ കാതിൽ അവനൊരു സ്വകാര്യം ചോദിച്ചു. എനിക്കൊരു പാട്ടുപാടി തരാമോ? പിന്നെന്താ? മേടക്കാറ്റ് പതിയെ ഒരു പാട്ടുമൂളി. ഒരു മണ്ണിൽ ജനിച്ചു നാം, ഒരു മഞ്ഞു പുതച്ചു നാം, ഒരു വെയിലു നുണഞ്ഞു നാം, ഒരു ഗാനം മൂളി നാം. പല വേഷം പല ഭാഷ പല നാടുകളെന്നാലും ഒരു നൂലിൽ ചാഞ്ചാടും പല വർണ്ണ പട്ടങ്ങൾ. മധുരമൂറുന്ന പാട്ട്, മഞ്ഞിന്റെ നനവ്, കാറ്റിന്റെ കുളിര്. പട്ടൂസ് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മേടക്കാറ്റ് ആബിദക്കുട്ടിയുടെ വീട്ടിലെ ജനാലയിലൂടെ സാവധാനം അകത്തു കടന്നു. നീലവിരിപ്പിട്ട പായയിൽ ഉറങ്ങുന്ന അവളുടെ അടുത്ത് പട്ടൂസിനെ പതുക്കെ കിടത്തി. രണ്ടുപേരുടെയും കവിളിൽ ഉമ്മ കൊടുത്ത് മേടക്കാറ്റ് തിരികെ പറന്നു. പൂത്തു നിൽക്കുന്ന കൊന്നമരത്തിന്റെ മുകളിലൂടെ വർണ്ണപ്പട്ടങ്ങൾ പറക്കുന്നത് സ്വപ്നം കണ്ടു പട്ടൂസും ആബിദക്കുട്ടിയും. ഒരു നൂലിൽ ചാഞ്ചാടും പല വർണ്ണപ്പട്ടങ്ങൾ. ഹലോ, ആബിദക്കുട്ടിയും പട്ടൂസുമല്ലേ? ഒന്ന് ഉറക്കെ പാടൂ, ഞാനും കേൾക്കട്ടെ. അമ്പിളി അമ്മാവന്റെ ഫോൺ